മോർണിംഗ്. എൻ്റെ മോൾക്ക് പൊതിച്ചോറ് വേണമെന്ന്. സ്കൂളിൽ പൊതുവെ ചോറുണ്ടാകുന്ന കേട്ടോ. ഒക്കെ ഇന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് അപ്പം ഇന്ന് പൊതിച്ചോറ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഞാൻ കേട്ടോ. അങ്ങനെ ഒരടുപ്പത്ത് ഉപ്പേരി വെച്ചു. ഒരടുപ്പത്ത് മീൻ വറക്കുക, ചോറ്. കുക്കിങ് തുടങ്ങി. ഇനിയൊരു ചമ്മന്തിയും പപ്പടവും ഉണ്ടാക്കിയാൽ സംഭവം കഴിഞ്ഞു. ഇത്ര പണിയില്ലേ. രാവിലെ എഴുന്നേക്കണമെന്നേ ഉള്ളൂ. സാധനങ്ങളൊക്കെ ഇന്നലെ രാത്രി സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് പെട്ടെന്ന് രാവിലെ എണീറ്റ് കുക്ക് ചെയ്താൽ മാത്രം മതി. ക്യാബേജും ബീറ്റ്റൂട്ടും ക്യാരറ്റും ഇല്ല കേട്ടോ, മുറിച്ചിട്ട്. രണ്ടും എനിക്ക് ഇഷ്ടമാണ്. അതവിടെ ശരിയാകട്ടെ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിക്കാൻ നേന്ത്രപ്പഴം നെയ്യിൽ വാട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു മുട്ടയും കൂടി ആഡ് ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നെയ്യിൽ പഴം വാട്ടി അതിലേക്ക് കോഴിമുട്ടയും കൂടി പൊട്ടിച്ചിട്ട് നല്ല ടേസ്റ്റുമാണ്, നല്ല സ്മെല്ലുമാണ്. പഞ്ചസാര ആവശ്യത്തിനുള്ളത് കേട്ടോ. പക്ഷെ തോനെ മധുരം ഉണ്ടെങ്കിലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ദേ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ പാക്ക് ചെയ്യാണ്. ചൂട് ചോറ് ഒന്ന് കഴിക്കി നോക്കാം. ചോറ് ഉപ്പേരി, മുളകൊന്നും കൂടാതെ പിന്നൊരു ചമ്മന്തി. ചമ്മന്തി എന്താ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അരച്ചതെന്ന് വെച്ചാൽ അവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. ചമ്മന്തി അങ്ങനെ അരയ്ക്കുന്നതാണ്. ഒരു മീൻ വെച്ചു. പേർക്ക് പൊതിയാനാണ് എനിക്കറിയാത്തത്. അച്ചാറ് വെച്ചു.
ഒരു മുട്ട പൊരിച്ചത് വെച്ചു. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് റെഡി. ഇതെങ്ങനെയാണ് പൊതിയേണ്ടതെന്നാണ് എനിക്ക് വലിയ വശമില്ലാത്തത്. ഫാത്തിമ ഇവിടെ വാ. അങ്ങനെ ഇത് ഗൈസ് പൊതിച്ചോറ് റെഡിയായി. കഴിഞ്ഞൊന്നും പോവില്ലായിരിക്കും. എന്നാ എൻ്റെ പൊതിച്ചോറ് എന്താ നോക്കുന്നത്? വെള്ളം എടുക്കണം. അപ്പോൾ ഹാപ്പി ആയില്ലേ? ഒരു കവറിലൂടെ ഇട്ടോ അമ്മ പൊതിഞ്ഞത് പൊളിഞ്ഞു പോകുമെന്ന് അറിയില്ല. ഇനി അടുത്ത ആൾക്കുള്ള പൊതിച്ചോറ്. ഇങ്ങനെല്ലാം മാറ്റേണ്ട കേട്ടോ. കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ചോറുണ്ടാക്കുന്നത്. അവർക്ക് സ്കൂളിൽ ചോറുണ്ടാക്കുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനുണ്ട് കേട്ടോ. ക്ലാസ്സിൽ ആർക്കേം വേണോ? ഓൻ എത്ര ഇട്ടാലും കുഴപ്പമില്ല. എനിക്ക് പിന്നെ പച്ചമുളകൊന്നും കൂടിയാലും കുഴപ്പമില്ലല്ലോ. ഒക്കെയാണ് പച്ചമുളകിനൊക്കെ പ്രശ്നം. ഇവന് പിന്നെ ക്ലാസ്സിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അതാണ് ഓൻ്റെത്. കമ്പനിക്കാരെല്ലാവരും കൂടി കൂടിയിട്ട് എന്ത് മറ്റേ അച്ചാറാണ്ട് ഒരാൾക്ക് മാങ്ങ, ഒരാൾക്ക് രണ്ട് തരം അച്ചാറാട്ടോ അവര് വെച്ചു കൊടുത്തത്. ഒന്നല്ല, രണ്ട് തരം അച്ചാറ്. മീൻ വറുത്തത്, മുട്ട. എങ്ങനെയാടാ പൊതിയ? പൂണൂരമ്മ പൊതിയുന്നത് കാണലുണ്ട്. പൊതിയാനറിയില്ല ഗൈസ്. മോനെ ശ്രദ്ധിച്ചിട്ട് തുറക്കണേ. കവറിലിട്ടുകയും ചെയ്യണം കേട്ടോ. ഒരു കവറുകൂടി അല്ല ഇതൊരു പൊതിയാണോ? എല്ലാം കൂടി ഇട്ടോ. അങ്ങനെ ദേ രണ്ട് പേരുടെയും പൊതിച്ചോറ് റെഡിയായി. ഇപ്പം ഇത്രേ പണിയുള്ളൂ വെക്കാൻ നിന്നാൽ. ഇനി ഇതും പറഞ്ഞിങ്ങോട്ട് വരരുത് കേട്ടോ. അപ്പോൾ
ഓക്കെ, രണ്ടാളും ഹാപ്പി അല്ലേ? ഉറക്കെ പറ. ഹാപ്പിയാണോ? ഇതെന്തേത്താ? ഓ, ഇവള് വായിക്കുന്നിട്ട് ഞാൻ കാണലുമില്ല. അപ്പോൾ ഓക്കെ, ടാറ്റാ. അങ്ങനെ പിള്ളേർക്ക് ചോറൊക്കെ ആക്കി കൊടുത്ത് പിള്ളേർ പോയി. പുറത്ത് നല്ല അടിച്ചുപൊളി മഴ. അടിച്ചുപൊളി മഴ എന്താ വെച്ചാൽ അടിച്ചുപൊളി മഴ. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചൊന്ന് ചാച്ചട്ടേന്ന്. കാരണം അവർ പോയാൽ പിന്നെ ഒരു ശാന്തമുഖമായി കിടക്കും വീട്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചൊന്ന് ഉറങ്ങുകയും കൂടി ചെയ്യട്ടേന്ന്. അപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞത് പോലെ തന്നെ എല്ലാവരോടും ഗുഡ് നൈറ്റ്.